വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ചിഹ്നങ്ങൾ എങ്ങനെയാണ് എന്ന് ഉറപ്പുവരുത്തും. അതറിയാമോ എന്ന് വീണ്ടും നമ്മളെ പരീക്ഷിച്ച് ചോദിച്ച് വിജയിച്ചാലേ നിങ്ങൾക്ക് ലൈസൻസ് തരുള്ളൂ. ഇങ്ങനെയൊക്കെ പഠിച്ച ഒരാൾ ലൈസൻസ് എടുത്ത് വാഹനം ഓടിക്കുമ്പോഴും പിന്നെയും ഹൈവേകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറെ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. നിങ്ങൾ ഇങ്ങനെ സ്പീഡ് പോയാൽ ത്രില്ലടിക്കും, പക്ഷെ പോയി മരിക്കേണ്ടി വരും എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓർമ്മപ്പെടുത്തുക എന്നത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കേണ്ടുന്ന ഒന്നാണ്. എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ എന്നത്. ഞാൻ ഓതി വെച്ചത് സൂറത്തു അലി ഇമ്രാനിലെ ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും, എല്ലാ നഫ്സും മരണം ടേസ്റ്റ് നോക്കുമെന്നാണ്. ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അറിയുമെന്നാണ് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി പണ്ഡിതന്മാരെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം രുചി വൈവിധ്യമാണ്. ഒരു നാവില് ഒരു സംഗതി രുചിയുണ്ടെങ്കിൽ അതേ ഭക്ഷണം അതേ നാവിൽ പിറ്റേ ദിവസം രുചി മാറും, അല്ലെ? ഇന്ന് കഴിച്ച നല്ല രുചികരമായ ഒരു ഭക്ഷണം നാളെ അതേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നാവിൽ ചിലപ്പോ കയ്പ് അനുഭവപ്പെടും. പനി വന്നാൽ മതി. അപ്പൊ രുചിക്ക് വ്യത്യസ്തമാണ്, രുചികൾ വ്യത്യസ്തമാണ്. മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിക്കുന്നതും അതനുഭവിക്കുന്നതും വ്യത്യസ്തമായിരിക്കും എന്ന് അതിലൂടെ സൂചനയുണ്ട് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് അന്ത്യനാളിലാണ്. അപ്പൊ നമ്മളുടെ കർമ്മങ്ങൾ പൂർണ്ണമായ പ്രതിഫലം പരലോകത്താണ്. ഇവിടെ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ഭാഗികമായ ചില പ്രതിഫലം കിട്ടുമെന്നതിലൊരു സൂചന ഉണ്ട്. അത് ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിസ്കാരക്കാർക്ക് കിട്ടുന്ന നേട്ടം, സക്കാത്തിലൂടെ ഒരാൾക്കുണ്ടാകേണ്ടുന്ന പരിശുദ്ധി, ഹജ്ജിലൂടെ ഒരാൾ വായിത്തീരേണ്ടുന്ന വിമലീകരം, അതേ പ്രകാരം തന്നെ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഭൗതികമായി ചിലതൊക്കെ ആരാധനകൾ കൊണ്ട് കിട്ടും. ആത്യന്തികമായി ആ ആരാധനകളൊന്നും ഭൗതികമായി ഇവ ലഭിക്കുവാനേ അല്ല. പക്ഷെ നിസ്കരിക്കുന്നവർക്ക് കിട്ടേണ്ടുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. അത് ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടാണ്. മനുഷ്യൻ വല്ലാത്ത ധൃതി കാണിക്കുന്നവനാണ്. അവന് എന്തെങ്കിലും നന്മ വന്നാൽ തടഞ്ഞു വെക്കുകയും എന്തെങ്കിലുമൊക്കെ അസഹ്യമായത് വന്നുഭവിച്ചാൽ പൊറുതികേട് കാണിക്കുകയും ചെയ്യും. ഇല്ലൽ മുസല്ലീൻ. നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ടത് ഒരു ശാന്തതയാണ്, സമാധാനമാണ്. അവൻ അടങ്ങാൻ പഠിക്കുകയാണ് നിസ്കാരത്തിൽ. ജമാഅത്തിന് ഫസ്റ്റ് സഫില് ഇമാമ് പോകുന്നതിന് മുമ്പ് നമ്മൾ എത്ര കുനിഞ്ഞു നിന്നാലും പോകാൻ പാടില്ല. നമുക്ക് ധൃതി ഉണ്ടായിട്ട് കാര്യമില്ല. ഇമാമ് റുക്കൂവിൽ പോയാലേ നമ്മൾ പോകാവൂ, ഇമാമ് സുജൂദിൽ പോയാലേ നമ്മൾ പോകാവൂ. അപ്പൊ നമ്മളെ അടക്കി നിർത്താൻ നിസ്കാരം പര്യാപ്തമാണ്. നമുക്ക് എത്ര ധൃതി ഉണ്ടായിട്ടും കാര്യമില്ല. അടങ്ങിപ്പടിക്കുകയാണ് നമ്മൾ. മറ്റൊരാളുടെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അങ്ങനെ ഇപ്പോ ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ഖുർആൻ പറഞ്ഞാണ്. തിന്മകളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും, തടഞ്ഞു നിർത്തും. വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് പറയുന്നുണ്ട്. ഹജ്ജ് ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടുക. തർക്കിക്കരുത്, വാദപ്രതിവാദം നടത്തരുത്, തോന്നിയാസം കളിക്കരുത്. ഹജ്ജിന് പോയാൽ അവിടെ നമ്മൾ പാലിക്കേണ്ടുന്ന സംയമനമുണ്ട്. സക്കാത്ത് എന്ന പേര് തന്നെ വിശുദ്ധിയെന്നും പരിശുദ്ധിയെന്നൊക്കെയാണ്. നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. നോമ്പ് ആരോഗ്യദായകമാണ്. നമ്മുടെ നാവിനെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സമീപനത്തെയും നിയന്ത്രിക്കുകയാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ പ്രതിഫലം പരലോകത്താ കിട്ടാൻ പോകുന്നത്. പിന്നെന്താണ്? ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു.
വിജയമാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ വിജയത്തെക്കാളും അപ്പുറം ഒരു വിജയത്തിലേക്കാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ആ വിജയം ഉള്ളിലുണ്ടാകുമ്പോഴാണ് അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാകുക. അമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങളിങ്ങനെ കാണുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ്. ഖുർആൻ പറഞ്ഞു വെക്കാൻ, മരണത്തിന്റെ ചിന്ത 2-3 തലങ്ങളിലാണ് ഒരാളെ മാറ്റിപ്പണിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, മരിക്കുന്നു ചിന്തിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മരണം എങ്ങനെ എന്ന് ചിന്തിക്കാം. ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. 2 രൂപത്തിലുള്ള മരണം ഉണ്ടാവും. മരണം എപ്പോൾ എന്ന് നമുക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല. ആ തലത്തിൽ മരണവുമായി ബന്ധപ്പെട്ട ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനം മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയാണ് മരണം എന്നതാണ്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ സൂറത്തു അൽ ബഖറയിലെ മുത്തഖീങ്ങൾ ആരാണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ്. മുത്തഖീങ്ങൾക്കാണ് ഈ വേദഗ്രന്ഥം വഴി കാണിക്കുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഇങ്ങനെ പറയാൻ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാരാ? അവർക്ക് വിശ്വാസമുണ്ട്. നബിയെ, നിനക്കിറക്കപ്പെട്ട ഗ്രന്ഥത്തിലും നിനക്ക് മുമ്പിറക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും അവർക്ക് വിശ്വാസമുണ്ട്. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. വബിൽ ആഖിറത്തി, അതുവരെ അള്ളാഹു പറഞ്ഞ പദം മാറ്റി പറയാൻ, ഈമാനുണ്ട് ഈമാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആഖിറം എന്ന പദം എത്തിയപ്പോൾ ഹും യൂഖിനൂൻ, ഉറപ്പാണ്. പരലോകമുണ്ടോ, രണ്ടാമതിന് പുനർജന്മമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ഇതൊക്കെ അള്ളാന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അങ്ങനെ ഒരു ലോകമുണ്ടോ? ആളുകൾ പലതും പറഞ്ഞേക്കാം. മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഇല്ല, അങ്ങനെ ഒരു ലോകമുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴേ എല്ലാ അമലും അള്ളാഹു കബൂൽ ചെയ്തു. അമലും ബിലാ ദിക്രി മനിയത്തി ലാ അസർ വബിദിക്രിഹാ ഹഖൻ കളർബി മആബിലാ. ഏത് കർമ്മങ്ങളും സ്വീകാര്യോഗ്യമാക്കുന്നത് ബിദിക്രി മനിയ, മരണസ്മരണ ഉണ്ടാകുമ്പോഴാണ്. കാരണം എന്താ? എന്തിനാ നിസ്കരിക്കുന്നത്? പരലോകത്ത് അല്ലാഹു കൂലി തരണം. എന്തിനാ ദാനം ചെയ്യുന്നത്? പരലോകത്ത് അല്ലാഹു കൂലി തരണം. മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കല്ലാതെ അസർ ഒരു പ്രതിഫലവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പരലോകത്താ കിട്ടുക. ഇവിടെ അള്ളാഹു ബോണസായി പലതും തരും. അത് കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. അങ്ങനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്നത് ഒരു പിക്കാസ് കൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് ആഴ്ത്തുന്നത് പോലെ അങ്ങ് ആഴത്തിൽ പതിക്കുന്നതാണ്. അവിടെ ഉണ്ടാവും, നഷ്ടപ്പെട്ടില്ല. അപ്പൊ മരണചിന്ത ഒരാളിൽ ഉണ്ടാക്കേണ്ടത് പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള പ്രചോദനമാണ്. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം. മരിക്കും എന്ന് ചിന്തിക്കലല്ല, മരണാനന്തര ജീവിതത്തിലേക്കുള്ള പണിയെടുക്കലാണ്. ഇപ്പോ ഞാൻ പറയാറുണ്ട്, നമ്മളിപ്പോ ഗൾഫിൽ പോകുന്നത് എന്തിനാ? ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ശമ്പളം കിട്ടും. മണലാരണ്യത്തിൽ വെയിലേറ്റ് കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ പണിയെടുക്കുന്നവർക്ക് ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടും. അപ്പൊ കുറച്ച് പ്രയാസം സഹിക്കാൻ അവർ തയ്യാറാണ്. ഇപ്പൊ നമ്മൾ ഈ റോഡ് പണിക്കാരൊക്കെ അന്വേഷിച്ചറിയാം, നല്ല കൂലിയാണ്. സാധാരണ കൂലിപ്പണിക്കാർക്ക് 600-700 ആണെങ്കിൽ അവർക്ക് 1500-2000 ഒരു ദിവസം. അപ്പോ പ്രതിഫലം കൂടുതൽ കിട്ടുമ്പോൾ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രയത്നങ്ങളും അവൻ റിസ്ക് എടുക്കുന്നത്, ഉറക്കമൊടിച്ച് അവൻ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, സുബഹിക്ക് നല്ലോണം കിടന്നുറങ്ങാനുള്ള പൂതി ഉണ്ടാകുമ്പോഴും പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ എന്ന് കേൾക്കുമ്പോൾ നടന്നു പോകുന്നത്, ധനത്തോട് അത്യാർത്തി ഉണ്ടാകുമ്പോഴും അതിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്ന് ചിന്തിച്ച് എടുത്തു കൊടുക്കുന്നത്, അങ്ങനെ എന്തെന്ത് പ്രവർത്തികളുണ്ടെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ടാണ് എങ്കിൽ അതാണ് അവന്റെ വിജയത്തിലേക്കുള്ള ഓരോ കാൽപാദങ്ങളും ഓരോ പ്രയാണവും അടയാളപ്പെടുത്തുന്നത്.
അപ്പൊ മരണചിന്തയില്ലാതെ, മരണത്തെ പറ്റിയുള്ള ഓർമ്മയില്ലാതെ, പരലോകത്തെ പറ്റിയുള്ള ചിന്തയില്ലാതെ നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണാവൂല. അപ്പൊ ഒന്നാമതായി ഇതാണ്. രണ്ട്, മരണം എങ്ങനെയെന്ന് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ? മരണം എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും റോഡിൽ ബൈക്കിൽ പോകുമ്പോൾ നമ്മുടെ തലയോട്ട് ചിന്നിച്ചിതറി പോകുമോ, അതല്ല കട്ടിലിലാണോ, അതല്ല ഫ്ലൈറ്റിലാണോ, കടലിലാണോ, ട്രെയിനിലാണോ, ഇതൊന്നുമല്ല. എങ്ങനെയായാലും ശ്വാസം നിലച്ചാൽ അവിടെ തീരും. റൂഹിന്റെ വേർപാടാണ് മരണം. അതെങ്ങനെ സംഭവിക്കാം. ആ മരണം നോക്കിയിട്ട് നല്ല മരണവും ചീത്ത മരണവും നമ്മൾ വിലയിരുത്തണ്ടട്ടോ. അതൊക്കെ എങ്ങനെയാകാം? എന്താണ് മരണം എന്ന ചോദ്യത്തിന് റൂഹിന്റെ വേർപാടാണ്. എന്താണ് റൂഹ് എന്ന ചോദ്യത്തിന് ഈ 21-ാം നൂറ്റാണ്ടിലും സയൻസിന് ഉത്തരമില്ല. ഇനി മതത്തിന് ഉത്തരമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതായിട്ട് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്, യസ്അലൂനക അനിർ റൂഹ്, എന്താ റൂഹ് എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ, അത് അല്ലാഹുവിന്റെ അടുത്താണ്. റൂഹിന് മലയാളത്തിൽ വാക്ക് പോലുമില്ല. റൂഹ് എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥമല്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ വിചാരിച്ചിട്ട് ആത്മാവ് എന്ന് പറയും, ജീവൻ എന്ന് പറയും. ഇതൊന്നുമല്ല റൂഹ്. കാരണം 4-ാം മാസത്തിൽ വരുന്ന ഒരു സാധനം അതിനു മുമ്പേ ജീവനുള്ള സാധനത്തിലേക്കാണ് വരുന്നത്. ചിലപ്പോഴൊക്കെ റൂഹ് പോയാലും ചിലപ്പോൾ ജീവൻ ഉണ്ടാകാം. അപ്പൊ അർത്ഥമില്ലാത്ത ഒരുപാട് വാക്കുകൾ അറബിയിലുണ്ട്. അതിലൊന്നാണ് റൂഹ്. റൂഹ് അങ്ങോട്ട് കൊണ്ടുപോവാണ് മലക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എന്താ സാധനം എന്നറിയില്ല. ഇന്നും സയൻസ് മുട്ടി നിൽക്കുന്നത് ഒരേ ഒരു സംഗതിയിലാണ്, റൂഹ് എന്താണെന്നറിയില്ല. ന്യൂ അറ്റ്ലാന്റിക്സ് എന്നൊരു ഗ്രന്ഥം മുമ്പൊരു സയന്റിസ്റ്റ് എഴുതിയിരുന്നു. അദ്ദേഹം അന്ന് ആ പുസ്തകത്തിൽ അവകാശപ്പെട്ട 1970-കളിലാണ്. സയൻസ് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സാങ്കേതിക വിദ്യകളുടെ ആ കുതിച്ചുചാട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും സയൻസ് മതങ്ങളെ അതിജയിക്കും. അങ്ങനെ മരണം ഇല്ലാതാവും, യുദ്ധം ഇല്ലാതാകും, വാർദ്ധക്യം ഇല്ലാതാകും, രോഗം ഇല്ലാതാകും. അങ്ങനെ പറഞ്ഞു അദ്ദേഹം മതത്തെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നുണ്ട്. മതം പറഞ്ഞതൊന്നും ലോകത്ത് ശരിയാവില്ല. പക്ഷെ വർഷം 50 കഴിഞ്ഞു, അരനൂറ്റാണ്ട് കഴിഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല. റൂഹിനെ പറ്റി ഇപ്പോഴും ആർക്കും അറിയില്ല. ഏതാവട്ടെ, റൂഹങ്ങ് പോകലാണ് മരണം. എങ്ങനെയെന്നറിയില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്ന 2 രൂപത്തിലുള്ള മരണമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ ചാരങ്ങനെ നിൽക്കുകയാണ്. ഒരു സ്വഹാബി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഖബറിന്റെ ചാരത്ത് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളെല്ലാവരും സാഗൂതം അത് കേട്ട് നിൽക്കാൻ തുടങ്ങി. ഒരു പക്ഷി ഞങ്ങളുടെ തോളത്ത് വന്നിരുന്നാൽ പോലും പാറിപ്പോകാത്ത രൂപത്തിൽ അത്രമേൽ ശ്രദ്ധയോടെ ഞങ്ങളതിങ്ങനെ കേട്ടിരിക്കാൻ തുടങ്ങി. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യന്റെ മരണം സമാഗതമായാൽ അവന്റെ റൂഹിനെ വേർപെടുത്തുവാനുള്ള മലക്കുകൾ നിശ്ചയിക്കപ്പെട്ട സമയം എത്തിക്കഴിഞ്ഞാൽ ആ ആത്മാവിനെ ഏറ്റെടുക്കുന്നത് ഒന്നുകിൽ റൂഹൻ ത്വയ്യിബ അല്ലെങ്കിൽ നഫ്സുൻ ത്വയ്യിബ എന്ന രൂപത്തിലായിരിക്കും, അതല്ലെങ്കിൽ നഫ്സുൻ ഖബീസ മോശപ്പെട്ട ആത്മാവ് എന്ന രൂപത്തിലായിരിക്കും. നല്ല ആത്മാവ്, മോശപ്പെട്ട റൂഹ്, ഈ രണ്ടാലൊരു രൂപത്തിലായിരിക്കും ഈ റൂഹിനെ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കുക എന്നാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നഫ്സുൻ ത്വയ്യിബയാണ് എങ്കിൽ ആ മനുഷ്യന്റെ മരണം സമാഗതമാകുന്ന സമയത്ത് മലക്കുകൾ അവന്റെ അടുക്കലേക്ക് പോകുന്നത് സ്വർഗത്തിന്റെ സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിലായിരിക്കും, സ്വർഗീയമായ തുകിലാടകളുമായിട്ടായിരിക്കും. ആ മനുഷ്യനെ സമീപിച്ച് ഏറ്റവും ലജ്ജനായ രൂപത്തിൽ ആ മനുഷ്യന്റെ ആത്മാവിനെ ഏറ്റെടുത്ത് തിരിച്ചു കൊണ്ടുപോകും. ആ മനുഷ്യനോട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ ശാന്തമായ ആത്മാവേ, മുത്മഇന്നത്ത്, മുത്മഇന്നത്ത്. നഫ്സുൻ ത്വയ്യിബയെ മലക്കുൽ മൗത്ത് സ്വാഗതമരുളുന്ന വാക്ക് പ്രധാനമാണ്, മുത്മഇന്നത്താണ്. ഞാനങ്ങ് മരിച്ചു പോയാൽ എൻ്റെ ഉപ്പെന്താകും, എൻ്റെ ഭാര്യ എന്താകും, എൻ്റെ മക്കളെന്താകും, എൻ്റെ ഉമ്മ എന്താകും, എന്നെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ ആശ്രിതരെന്താകും,
എൻ്റെ പ്ലാനുകളും എൻ്റെ പദ്ധതികളും എൻ്റെ ബിൽഡിങ്ങുകളും എൻ്റെ കച്ചവടങ്ങളും ഇതൊന്നും ഒരു സത്യവിശ്വാസിയെ അലട്ടുന്ന വിഷയമല്ല. അതെല്ലാം അല്ലാഹു ഇന്ന് വരെ എന്നിലൂടെ നടത്തിക്കൊണ്ടുപോയ ഒരു സംഗതിയാണ്. നാളെ അത് മറ്റൊരാളിലൂടെ നടത്തിക്കോളും. അതൊന്നും എന്നെ അസ്വസ്ഥനാക്കുന്ന വിഷയമേ അല്ല. എൻ്റെ മനസ്സ് മുത്തുമഇന്നത്താണ്, ശാന്തമാണ്, ഒരു പ്രശ്നവുമില്ല. വേർപാടിന്റെ വേദനയിൽ എൻ്റെ കുടുംബക്കാര് ചുറ്റുമിരുന്ന് കരയുന്നുണ്ട്. ഞാനങ്ങ് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോഴേക്ക് ഓടിക്കൂടിയ നാട്ടുകാര് അട്ടഹസിക്കുന്നുണ്ട്. വേർപാടിന്റെ വേദനയിൽ വിങ്ങിപ്പൊട്ടുന്ന പലരുമുണ്ട്. പക്ഷേ കിടക്കുന്ന മനുഷ്യന്റെ മനസ്സ് ശാന്തമാണ്. കാരണം മലക്കുൽ മൗത്ത് പറഞ്ഞത് റാളിയത്തനാണ്, നീ മർളിയത്താണ് എന്നാണ്. ഈ റാളിയത്ത് മർളിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടുവെന്നും, രണ്ട്, അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെട്ടുവെന്നുമാണ്. അതെങ്ങനെയാ ഇഷ്ടപ്പെടുക? അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളും അവൻ അനുസരിക്കുന്നത്, അവൻ ചെയ്യുന്നത്, അവൻ കർമ്മങ്ങൾ ചെയ്യുന്നത്, അവന്റെ സമ്പത്ത് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? മനസ്സിൽ ലേശം വേദനയില്ല, മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല, മനസ്സിൽ യാതൊരു മുറുമുറുപ്പുമില്ല. ഇത് അള്ളാഹുവിന്റെ ഇഷ്ടമാണെങ്കിൽ അതെന്റെ ഇഷ്ടമാണ്. അങ്ങനെ റബ്ബിന്റെ മുഴുവൻ വിധിവിലക്കുകളും അവനെ ഇഷ്ടപ്പെടുമ്പോ അള്ളാഹു അവനെയും ഇഷ്ടപ്പെടുന്നു. നോക്കൂ നിങ്ങള്, നമ്മളെ ഡ്രസ്സോ നമ്മുടെ മുഖഭാവമോ നമ്മുടെ ഏതെങ്കിലും സംഗതികളോ ഒന്നും അള്ളാഹു നോക്കൂല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലെങ്കിൽ വലാകിൻ യൻദുറു ഇലാ സുദൂരിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിലുള്ള തഖ്വയാണ് പ്രധാനം. മരിക്കുമ്പോൾ എങ്ങനെ മരിക്കും ചോദിച്ചാല് മരണത്തിന് വേദന ഉണ്ടാവും കേട്ടോ. എല്ലാ മരണവും വേദനാജനകമാണ്. കേരളത്തിൽ ഏറ്റവും അവസാനമായി തൂക്കിക്കൊന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാന്നാ പറയുന്നത്. അന്നത്തെ ഒരു പത്രക്കട്ടിങ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതില് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഒരു പ്രസ്താവന ഉണ്ട്. എന്തുകൊണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരാളെ തൂക്കിക്കൊല്ലുന്നു? ഇപ്പൊ അമേരിക്കയിലൊക്കെ ഷോക്കടിപ്പിച്ചുന്നുണ്ട്, വിഷം കുത്തിക്കൊല്ലുന്നുണ്ട്, മരണത്തിൽ ഉറക്കത്തിൽ മരിപ്പിക്കുന്നുണ്ട്. പലയിടത്തും പല രൂപത്തിലാണ് വധശിക്ഷ. സൗദിയിലൊക്കെ തലവെട്ടുന്നുണ്ട്, യമനിൽ വെടിവെച്ച് കൊല്ലാണ്. ഇവിടെ എന്തുകൊണ്ട് തൂക്കിക്കൊല്ലുന്നു എന്നൊരു ചർച്ച വരുന്നുണ്ട്. അവിടെ അവർ പറയുന്നത് മനുഷ്യന്റെ കഴുത്തിലെ കശേരുക്കൾ മുറുകുമ്പോ വേദനയുടെ സംവേദനങ്ങൾ തലച്ചോറിലേക്ക് പെട്ടെന്ന് അറുത്തുമാറ്റപ്പെടും. അതുകൊണ്ട് വേദന അറിയാതെ മരിക്കാൻ തൂക്കിക്കൊല്ലലാണ് നല്ലത്. എന്തോ ആവട്ടെ, എല്ലാ മരണവും വേദനാജനകമാണ്. ഇവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ പറ്റി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടെ ഇങ്ങനെ മരണത്തിന്റെ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലചായ്ച്ച് വെച്ച് കിടക്കുകയാണ്. വെള്ളമുള്ള ഒരു പാത്രം തൊട്ടപ്പുറത്തുണ്ട്. ആ പാത്രത്തിലേക്ക് കൈയിട്ടുകൊണ്ട് ആ തൃക്കരങ്ങൾ തന്റെ മുഖം തടവിക്കൊണ്ട് പറഞ്ഞു, ഇന്ന ലിൽ മൗതി സകറാ, മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ അഇന്നി അലാ സകറാത്തിൽ മൗതി വ ഗമറാത്തിൽ മൗത്ത്, നമ്മളൊക്കെ ദുആയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവേ, മരണവേദനയിൽ നിന്ന്, മരണവെപ്രാളത്തിൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. ഒന്ന്, ആ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കാരമുള്ളിൽ നിന്ന് പരുത്തി വലിച്ചെടുക്കുന്നത് പോലെ നഫ്സുൻ ഹബീസയുടെ വേദനാജനകമായ വേർപാട്. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കുൽ മൗത്ത് വന്ന് നഫ്സുൻ ഹബീസയാണെങ്കിൽ ആത്മാവിനെ വലിച്ചെടുക്കുന്നത് മുഖത്തും പാർശ്വഭാഗത്തും പ്രഹരിച്ചു കൊണ്ടായിരിക്കും. പോകാൻ കൂട്ടാക്കൂല. ഒരു പോലീസ് അധികാരികൾ കുറ്റവാളിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാല് പോകാൻ തയ്യാറാവാത്തതുപോലെയായിരിക്കും. നഫ്സുൻ ഹബീസയാണെങ്കിൽ തിരിച്ചു പോകാൻ തയ്യാറാവില്ല. അതെല്ലാ അർത്ഥത്തിലും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖത്തും പാർശ്വഭാഗങ്ങളിലും പ്രഹരിക്കുന്നതാണ്. ആ വേദനയൊന്നും യഥാർത്ഥത്തിൽ ശാരീരികമാകണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കോഴീനെ അറുത്തിട്ടാൽ പടക്കുന്നത് പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ പടക്കൂല. അതൊരു ആത്മീയമായ അനുഭവമാണ്. അപ്പൊ വേദന ഉണ്ടാവുന്നതാണ്. ഇമാം ഗസാലി റഹ്മഹുല്ലാ മരണവേദനയും ഖബറിന്റെ ശിക്ഷയെ പറ്റി വളരെ ദീർഘമായി അതിൻ്റെ
ഫിലോസഫി അല്ലെങ്കിൽ തത്വം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മരണം വേദനാജനകമാണ്. ഈ രണ്ട് രൂപത്തിലുള്ള മരണവും, രണ്ടാമത്തെ മരണത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ മനുഷ്യന്റെ അടുത്തേക്ക് മലക്കുകൾ വരുന്നത് വിരൂപ രൂപത്തിലായിരിക്കും, അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും. ആ മനുഷ്യൻ പോകാൻ തയ്യാറാവില്ല. ആ മനുഷ്യൻ വീണ്ടും ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ ചോദിച്ചു കൊണ്ടിരിക്കും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു തിരിച്ചു വരവ് ഒരാൾക്കും അല്ലാഹു നൽകൂല. നാളെ രാവിലെ നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചു. നാളെ രാവിലെയോ? നടക്കൂല, എന്തായാലും പരിപാടി ഉണ്ട്. അല്ല, വിസ റെഡിയാണ്, ടിക്കറ്റ് റെഡിയാണ്, രാവിലെ നിങ്ങൾ ഫ്ലൈറ്റ് കയറിയാൽ മതി. നമ്മൾ തയ്യാറാവില്ലല്ലോ, നമുക്ക് ഒരുങ്ങാൻ കുറെ സംഗതികളുണ്ട്. പക്ഷേ മലക്കുൽ മൗത്ത് വന്നിട്ട് കുറച്ച് സമയം എനിക്ക് തരണം, ഞാനൊന്ന് പോകാൻ തയ്യാറാകാമെന്ന് പറഞ്ഞാല് വലഞ്ഞു ഒരു അവസരവും അല്ലാഹു പിന്നീട് തരൂല. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന രൂപത്തിലായിക്കൊള്ളുന്നില്ല നമ്മളെ മരണം. ഞാനിപ്പോ അബുദാബിയിലാണുള്ളത്, ഏകദേശം 2-3 വർഷമായി അവിടെ. ഞാൻ ഇതിനു മുമ്പ് 2013-14 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ എത്തിയ ഉടനെ ആദ്യത്തെ 2-ാമത്തെ ആഴ്ച, ഗൾഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ സ്ഥിരവാസത്തിന് പോയതാണ്. അപ്പോൾ 2-ാമത്തെ ആഴ്ച എനിക്കൊരു ഫോൺ കോൾ വന്നു, ഉസ്താദേ നാളെ ഖലീഫ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം. അപ്പൊ എനിക്ക് ഖലീഫ ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും അറിയില്ല. അപ്പൊ പറഞ്ഞു, അബുദാബിയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്, എല്ലാവരും അവിടെ ഉണ്ടാക്കുക, എല്ലാ മയ്യത്തും അവിടെ കൊണ്ടുവരിക. അതെന്താ ചോദിച്ചപ്പോൾ ഒരു മലയാളിയുടെ മയ്യത്ത് കുളിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും പിറ്റേ ദിവസം ഞാൻ പോയി. ഒരു കോട്ടയംകാരനാണ്, മയ്യത്തൊക്കെ കുളിപ്പിച്ചു, നിസ്കരിച്ചു, മറമാടി. ഞാൻ ആലോചിച്ചത്, ജീവിതത്തിൽ ഇന്ന് വരെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല. പക്ഷെ മരിച്ചിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കാൻ എനിക്കായിരുന്നു യോഗമുണ്ടായിരുന്നത്. അതേ സമയത്ത് തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഒരു ഉമ്മ, ഇപ്പൊ നമ്മൾ മിക്കവാറും മലയാളികൾ ഗൾഫിലാണല്ലോ, ആ ഉമ്മാക്ക് ഗൾഫ് പോകുന്നേ ഇഷ്ടമില്ല. പക്ഷെ മക്കളൊക്കെ അവിടെയാണ്, മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ അവിടെയാണ്. അപ്പൊ എല്ലാവരും ഉമ്മാനെ കാണാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നാൽ നല്ല ചെലവല്ലേ. അപ്പൊ മക്കൾ പറഞ്ഞു, ഉമ്മ ഒരു 2 മാസത്തേക്ക് ഇവിടെ വാ, എന്നാൽ എല്ലാവരും ടിക്കറ്റും ലാഭമല്ലേ. അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാൻ വരൂല, എനിക്ക് അവിടുന്ന് മരിക്കാൻ ഇഷ്ടമല്ല, ഞാൻ ഇവിടുന്ന് മരിച്ചോളാം. ഇതായിരുന്നു ആ ഉമ്മയുടെ വാക്ക്. പക്ഷെ അള്ളാഹു വിധിച്ചത് വേറൊന്ന. അവസാനം മക്കളെ നിർബന്ധത്തിന് വഴങ്ങി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചത്തേക്ക് വന്നായി, ഒറ്റൊരാഴ്ച എല്ലാവരെയും ഒന്ന് കണ്ട്, ആ ആഴ്ച മരിക്കൂലല്ലോ, എല്ലാവരെയും ഒന്ന് കണ്ട് അടുത്ത ആഴ്ച തിരിച്ചു പോകാമെന്നാണ്. ഉമ്മ അത് സമ്മതിച്ചു, ഒരാഴ്ചത്തേക്ക് വരാം, എല്ലാവരും ഒന്ന് കണ്ടാല് ഇത്രയും ആൾക്കാരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭമാണല്ലോ. പാവം ഉമ്മ ഒരു മകന്റെ വീട്ടിൽ നിന്ന് അടുത്ത മകന്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഒരപകടത്തിൽ അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ വിചാരിക്കും പോലെ ആയിരിക്കില്ല. ഒമാ തദ്രീ നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്. എവിടുന്നാണ് ജീവിതം തീർന്നു പോകുന്നത് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. എങ്ങനെ എന്നറിയില്ല എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എങ്ങനെയെന്നറിയില്ല എന്ന് പറഞ്ഞാൽ അത് നല്ല മരണമാണോ ചീത്ത മരണമാണോ എന്നറിയില്ല എന്നാണ്. എപ്പോഴാന്നറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോ SSLC പരീക്ഷയ്ക്ക് ഭയങ്കര പരീക്ഷയാണ്, അതാണ് കുട്ടികളുടെ ടേണിംഗ് പോയിന്റ്. അതിൽ ജയിക്കണം, അതിൽ A+ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളിങ്ങനെ പെരുകേറ്റല്ലോ. അപ്പൊ കുട്ടികൾ പറയും, അത് മാർച്ചിലല്ലേ, ഞാൻ ജനുവരി മുതൽ നല്ലോണം പഠിച്ചോളാം, ഇപ്പോൾ ഉഴപ്പി നടന്നോളാം. അപ്പൊ ഓന് ഡേറ്റ് ഉണ്ട്, സമയമുണ്ട്, ഓന് പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ജീവിതമാകുന്ന പരീക്ഷ എപ്പോഴാണ് തീരുക, എപ്പോഴാണ് നമ്മളെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോവുക, ഒരു സൂചനയും കിട്ടൂല. അതാണ് ചില മരണങ്ങൾ നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ചു. ആ ചെറുപ്പക്കാരനോ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. അതാണ് എത്ര ആരോഗ്യമുള്ളവരാണ്,
ഇല്ല, ഒരു ഇല്ലത്തും വേണ്ട, ഒരു കാരണവും വേണ്ട, കുഴഞ്ഞു വീണങ്ങ് തീർന്നു. ഇന്നലെ ഇപ്പൊ വാട്സപ്പിൽ പ്രചരിച്ച ഏതോ ഒരു സഹോദരൻ കോൽക്കളി കളിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ തന്നെ അങ്ങോട്ട് കുഴഞ്ഞു വീഴാണ്. ഒരു പ്രതീക്ഷയില്ല, മരിക്കുന്നു. അവളൊക്കെ അങ്ങനെയാണ്. അവളൊക്കെ ഇങ്ങനെ കട്ടിലിൽ കിടന്ന് മലക്കുൽ മൗത്ത് ഇങ്ങനെ വരുന്നേം കണ്ടൊക്കെ സ്വപ്നം കണ്ടാലും അള്ളാഹു അല്ല നമ്മുടെയൊക്കെ മരണം നന്നാക്കി തരുമാറാകട്ടെ. ആ പ്രാർത്ഥന വളരെ മസ്റ്റാണ്. ലോകത്ത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന 2-3 സംഗതികളുണ്ട്. എന്നാലോചിച്ച് നോക്കൂ, ലോകത്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ വലിയ മത്സരം നടക്കുന്ന, സാമ്പത്തികമായി വ്യയം ചെയ്യപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട്. സൗന്ദര്യത്തിന് വേണ്ടി കോസ്മെറ്റിക്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിപണനം നടക്കുന്നതാണ്. അപ്പൊ മനുഷ്യരൊക്കെ സൗന്ദര്യമുള്ളവരായി, അതാണായാലും പെണ്ണായാലും കാണാൻ ചെയ്യലുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല. പിന്നെ സമ്പത്ത് ആഗ്രഹിക്കാത്തവരാരുമില്ല. പിന്നെ അധികാരം, അതിനുവേണ്ടിയാണ് ലോകത്ത് പലയിടങ്ങളിലും കൂട്ടക്കൊലകളും ഒരുപാട് സമരങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 മനുഷ്യന്റെ ദൗർബല്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന സംഗതിയാണ്. ഒരടുക്കളയില് ഒന്നിനുമില്ലാത്തൊരുമ്മ മരുമോളെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയുടെ അധികാരത്തിലേക്ക് കടന്നു വന്ന മരുമോളോടുള്ള പ്രശ്നമായിരിക്കും അത് വേറെ വിഷയം. അപ്പൊ അധികാരം ഭയങ്കര വിഷയമാണ്. എല്ലാവർക്കും കിട്ടണം അധികാരം. ആ അടുക്കളയിലുള്ള അധികാരം മരുമോൾക്ക് വിട്ടുകൊടുക്കാൻ ഉമ്മ തയ്യാറാകാത്തതുകൊണ്ടാണ് അവിടെ കുഴപ്പമുണ്ടാകുന്നതെന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ 3 സംഗതിയും അള്ളാഹു നൽകിയ ഒരേ ഒരു മനുഷ്യനുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാം. വല്ലാത്ത സൗന്ദര്യമായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. എന്നിട്ട് ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അഹ്സനുൽ ഖസസ് എന്നാ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും മനോഹരമായ ചരിത്രം ഖുർആൻ എന്ന് പറഞ്ഞത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. എന്നിട്ട് ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചത് എന്താണെന്നറിയോ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അന്ത വലിയി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, നീ എനിക്ക് അധികാരം തന്നു, എനിക്ക് വേറെ പല കഴിവുകളും സ്വപ്നവ്യാഖ്യാനം പോലെയുള്ള കഴിവുകളൊക്കെ തന്നു, പക്ഷെ ഇതൊന്നുകൊണ്ടും മതിയാവില്ല അല്ലാഹ്. അന്ത വലിയി ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും നീയാണ് എന്റെ രക്ഷിതാവ്. അതുകൊണ്ട് എന്നെ മരിക്കുമ്പോ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. ഇതെന്തിനാന്നറിയോ? എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഇതാണ് നിങ്ങളെ സമ്പത്ത്. മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ കഴിയും. മരിക്കുമ്പോ ബാങ്കിട്ടല്ല മുഅ്മിനായി മരിക്കാൻ കഴിയുക, ഈമാനോടുകൂടി മരിക്കാൻ കഴിയുക, മുസ്ലിമായി മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് നമ്മളിവിടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. അപ്പോ എങ്ങനെ എന്നറിയില്ല എന്നതുപോലെ തന്നെ എപ്പോൾ എന്നറിയില്ല എന്നത് വലിയ വിഷയമാണ്. അതില് ഈ ഫ്ലൈറ്റ് അപകടമൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. മനുഷ്യന്റെ അനിശ്ചിതാവസ്ഥ, ഏത് സമയത്തും നമ്മളെ തിരിച്ചു വിളിക്കും അല്ലാഹു, എപ്പോഴുമാകാം. അത് പ്രതീക്ഷിക്കണം എന്നാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ശാശ്വതമാണ് എന്ന് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ലോകാത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമേത് എന്ന ചോദ്യത്തിന് മനുഷ്യന്റെ ഗഫ്ലത്താണ് എന്ന് കവി പറയുന്നുണ്ട്. ഫഗഫ്ലത്തുൽ മർഇ മഅ ഇൽമിൻ വമഅരിഫത്തിൻ അൻ വാദിഹിൻ ബയ്യിനിൻ മിൻ അഅജബിൽ അജബീൻ. ഗഫ്ലത്ത് ഉണ്ടല്ലോ. അപ്പോ എൻ്റെ കൂട്ടുകാരൻ മരിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ കൂടെ ഉറങ്ങിയ, എൻ്റെ കൂടെ യാത്ര ചെയ്ത, എന്നേക്കാൾ വയസ്സ് കുറവാണ്, എന്നിട്ട് അവനിപ്പോൾ പള്ളിക്കാട്ടിലുണ്ട്. നമ്മളൊക്കെ കൂടുള്ളവർ ആരെങ്കിലുമൊക്കെ പള്ളിക്കാട്ടിലുണ്ടാവും. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മളിപ്പോഴൊന്നും മരിക്കൂല, നമുക്കിപ്പോഴൊന്നും മരണമല്ല. അപ്പൊ എനിക്ക് ഒരു സുഹൃത്തല്ല, നമ്മുടെ സഹപ്രവർത്തകരുണ്ടായിരുന്നു ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. റിട്ടയർഡായിട്ട് ഓൾ ബോഡി ചെക്കിംഗ് നടത്തിയിട്ട് എന്നോട് എന്ന് പറഞ്ഞു, ഒരു പ്രശ്നമല്ല ഉസ്താദെ, കംപ്ലീറ്റ് ചെക്കിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോഴൊന്നും മരിക്കൂല എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ആ സുഹൃത്ത് മരിക്കുന്നത് അദ്ദേഹത്തോട് പോലും പറയാത്ത ഒരു മാരക രോഗം. ഒരു 2 ആഴ്ചനെ കൊണ്ട് എല്ലാം തീർന്നു. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ മനസ്സിൽ കരുതുന്ന കുറെ കാലുണ്ട്, ഇനിയുണ്ട് എന്നാണ്. ദുനിയാവ് ക്ഷണികമാണ് എന്നറിയാത്തവരാരുമില്ല.
പക്ഷെ ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് വിജയത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ചോദ്യം. അശ്രദ്ധയിലാണ് നമ്മൾ. അതുകൊണ്ടാണ് എല്ലാവരും ദുനിയാവിന്റെ പുറകിലുള്ള ഓട്ടാണ്. ആ ഓട്ടം എവിടേക്കെത്തും? സ്വാഭാവികമായും അതിങ്ങനെ ഒരു ചിത്രീകരണം നമ്മൾ റീൽസ് കാണുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ഓടുകയാണ്. ഓടി 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 അവസാനം കുഴിയിലെത്തുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും. ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പരലോകത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ദുനിയാവിലൊന്നും ഉണ്ടായിട്ടില്ല എന്നായി പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ചിന്തയിൽ ഈ 3 തലങ്ങൾ വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ വിഷയമാണ് എപ്പോഴാണ് എന്നറിയില്ല എന്ന വിഷയം. ഏത് സമയത്താവാം. ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുമെന്ന് അറിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് എപ്പോ വിളിച്ചാലും കുഴപ്പമില്ല, മലക്കുൽ മൗത്ത് വരുമ്പോ എന്നോട് ഇങ്ങനെ പറയും എന്ന പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. മലക്കുൽ മൗത്ത് വരുമ്പോ ഒരിടത്ത് അങ്ങനല്ല പറയുന്നുണ്ട്, അല്ലാഹുവേ എന്നെ തിരിച്ചു വിട്ടുതരുമോ, കുറച്ചുകൂടി സമയം തരുമോ, ഞാനൊന്ന് ഒരുങ്ങട്ടെ എന്നാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കൂട്ടത്തെ കണ്ടപ്പോ ചോദിക്കുന്നു, അലാ മജ്തമഅഹഉലായി, അക്കൂട്ടർ എന്തേ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഒരാൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, അവർ ഖബർ കുഴിക്കുകയാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേഗം ആ ഖബർ കുഴിക്കുന്ന സന്നിധിയിലേക്ക്, സവിധത്തിലേക്ക് ചെന്നിട്ട് ആ കുടിച്ചിട്ട മണ്ണിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവിടുത്തെ തിരുനയനങ്ങൾ നനഞ്ഞിരുന്നു. കവിളിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. എന്നിട്ട് തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഐ അസ്ഹാബീ, സുഹൃത്തുക്കളെ, ലിമിസ്ലി ഹാദൽ യൗം, ഇതുപോലൊരു ദിനം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഫഅഇദ്ദൂ, നിങ്ങൾ തയ്യാറായി നിൽക്കണം. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹു ഇല്ലല്ലദീ കാന ഖബ്ലൽ മൗതി ബാനിഹാ. നമ്മളൊക്കെ വലിയ വലിയ വീടുകൾ പണിയാറുണ്ട്. ആ വീടുകൾ നമുക്ക് താമസിക്കാനുള്ളതാണ്. പക്ഷെ ആ താമസിക്കാനുള്ള വീടുകളൊക്കെ വിട്ട് നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. ആ വീട് പണിയേണ്ടതും ഇവിടെ വെച്ചാണ്. ഈ മനുഷ്യന് വീടുണ്ടാവൂല, ഇല്ലല്ലതീ കാന ഖബ്ലൽ മൗതി ബാനിഹാ, മരിക്കുന്നതിന് മുമ്പേ അത് കെട്ടിണ്ടാക്കണം. ആ ഖബറാകുന്ന വീടുണ്ടല്ലോ, ആ വീട് ഇപ്പോൾ തന്നെ കെട്ടാൻ തയ്യാറാകണം എന്നാണ്. അത് നമ്മൾ ഇഷ്ടികക്കല്ലുകൊണ്ടോ അല്ലെങ്കിൽ സിമെന്റ് കൊണ്ടോ അതല്ലെങ്കിൽ കട്ട കൊണ്ടോ കെട്ടേണ്ട സംഗതി അല്ല ഈ പറയുന്നത്. സൽക്കർമ്മങ്ങളെ കൊണ്ട് ആ ഭവനം, ഖബറാകുന്ന ഭവനം ഏറ്റവും സുന്ദരമാക്കേണ്ടുന്നത് നമ്മുടെ ആവശ്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് ഖബറിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് സാധാരണ പറയാറുണ്ട്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കഫാ ബിൽ മൗതി വാഇള എന്നാണ്. നിങ്ങളെ ഉപദേശിക്കാൻ മരണം മതി എന്നാണ്. ഈ മരണം എങ്ങനെ നമ്മൾ ഉപദേശിക്കുക? അത് ഞാൻ ഈ പറഞ്ഞ 2-3 തലങ്ങളിലാണ്. മരണം നമ്മളെ ഉപദേശിക്കണമെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള പണിയാണോ ഈ ചെയ്യുന്നത്, അതല്ല വലിയ നഷ്ടത്തിലേക്കുള്ള പണിയാണോ ഈ ചെയ്യുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അതാണ് ഉപദേശം. അപ്പൊ നമ്മുടെ ഉള്ളിൽ മരണമാകുന്ന ഉപദേശം ഉണ്ടെങ്കിൽ നന്നാവും. ആ നന്നാക്കാനുള്ള ഉപദേശമായിരിക്കണം ഇത്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മൻ അഖിയസുന്നാസ്, നബിയെ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? നമ്മളോട് ചോദിച്ചാൽ നമ്മളിങ്ങനെ ആലോചിക്കും, ഈ ഭൗതികമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ആരെങ്കിലൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കും, അയാളാണ് ഇയാളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും അതൊക്കെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ശരി, അതുകൊണ്ട് എന്താ കാര്യം? എല്ലാ സൗകര്യങ്ങളോടെ ജീവിക്കുന്നവനും ഉറങ്ങിയാൽ അവന് വേണ്ടത് ഒരു 6 അടി മാത്രമാണ്. അതന്നെയാണ്
ഒന്നുമില്ലാതെ ഒരു കൂരയിൽ സുഖസുന്ദരമായി കിടക്കുന്നവരും വേണ്ടത് 6 അടിയാണ്. എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് പറയുന്നത്, അതേ പ്രകാരം തന്നെ ജനങ്ങളിൽ ഏറ്റവും വേഗമുള്ളവൻ എന്ന് പറയുന്നത് അക്സറുഹും ദിക്റൽ മൗത്ത്, മരണത്തിന്റെ ചിന്ത വർദ്ധിപ്പിക്കുന്നവനാണ് എന്ന് മാത്രമല്ല വ അക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത്, എന്നിട്ട് അതിനുവേണ്ടി തയ്യാറാകുന്നവനാണ്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉലൈകൽ അഖിയാസ് ദഹബൂ ബിശറഫി ദുനിയ വകറാമത്തിൽ ആഖിറ, അവർ ദുനിയാവിന്റെ ആദരവും പരലോകത്തിന്റെ ബഹുമാന്യതയും അവർ കൊണ്ടുപോയി എന്നാണ്. കാരണം എന്താ? ദുനിയാവിൽ അവർ എന്തെങ്കിലും വ്യാമോഹിച്ച് ആഗ്രഹിച്ച് താല്പര്യത്തോടെ ഒന്നും ചെയ്യൂല. അതുകൊണ്ട് സ്വാർത്ഥനെന്ന് പറയില്ല. അവൻ ഒരിക്കലും നിന്ദിക്കപ്പെടില്ല, നിസ്വാർത്ഥനായിരിക്കും. പരലോകത്തെത്തിയാലോ അതിനുവേണ്ടി പണിയെടുത്തതുകൊണ്ട് അത് കിട്ടുകയും ചെയ്യും. അപ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണചിന്ത എന്ന് പറയുന്നത് അവന്റെ പരലോകത്തേക്കുള്ള യാത്രയിൽ അവനെ അതിനെ തയ്യാറെടുക്കുന്ന, വിജയത്തിന് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയാണ്. എല്ലാ സൽക്കർമ്മങ്ങളിലേക്കും അവനെ വലിച്ചു കൊണ്ടുപോകുന്ന, എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും അവനെ പിടിച്ചു വലിക്കുന്ന ഒരു ചാലക ശക്തിയാണ് മരണചിന്ത. അങ്ങനെ ആയിത്തീരുമ്പോൾ മരിക്കാൻ പേടിയുണ്ടാവില്ല. കാരണം എന്താ അറിയാം, നമ്മളൊക്കെ മരിക്കാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ദുനിയാവിനോടുള്ള ആർത്തി കൊണ്ടാണ്, 2 ചില ആളുകൾ മാത്രം മരണാനന്തര ജീവിതത്തോടോ മരണത്തോടോ ഉള്ള ഭയം കൊണ്ടാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ എല്ലാ തീരുമാനങ്ങളെയും അവൻ സന്തോഷത്തോടുകൂടി ആണ് അവൻ സ്വീകരിക്കുന്നത് എങ്കിൽ അവൻ ദുനിയാവും ആഖിറവും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തനായിരിക്കും. അതുകൊണ്ട് പേടിയൊന്നും ഉണ്ടാവില്ല. വരുമ്പോ വന്നോട്ടെ, തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അതിന് പരിശ്രമിച്ച കുറെ വ്യക്തികളുണ്ട്. എന്നൊന്നും ജീവിക്കാൻ ആഗ്രഹിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കിയ കുറെ ആളുകൾ, അവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മൈക്കിൾ ജാക്സന്റെ കഥ പറയാറുണ്ട്. 20ഓ 25ഓ ഡോക്ടർമാരുണ്ടായിരുന്നതാ പറയാറുള്ളത്. എപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കാൻ, മരിക്കാതിരിക്കാൻ എല്ലാ പണിയെടുത്തു. പക്ഷേ മരിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ജനിക്കാതിരിക്കണം. അതുകൊണ്ട് മരിക്കുമെന്നത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, മരണാനന്തര ജീവിതവും ഉറപ്പാണ്. ആ ജീവിതത്തിലേക്ക് ഒരു വിശ്വാസി ഏറ്റവും നല്ല രൂപത്തിൽ തയ്യാറെടുക്കുമ്പോൾ നല്ല രൂപത്തിൽ മലക്കുൽ മൗത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അപ്രതീക്ഷിതമായി മലക്കുൽ മൗത്ത് വന്നാലും, അങ്ങനെ ഉണ്ടല്ലോ, അപ്രതീക്ഷിതമായി നമ്മൾ പറയും. സത്യത്തിൽ അങ്ങനെ ആ വാക്ക് പോലും നിരൂപണം ചെയ്യപ്പെടാറുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. മൗത്ത് ആദ്യം പറഞ്ഞിട്ട് ഹയാത്തിനെ പറഞ്ഞെടുത്ത് കാണാം. ഒരു വിശ്വാസി മരണം തന്നെയാണ് എപ്പോഴും അവൻ പ്രതീക്ഷിക്കുന്നത്. യഖീൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് മരണത്തെ പറ്റിയാണ്. ഉറപ്പുള്ള ഒരേ ഒരു സംഗതി മരണം മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മളെ പ്ലാനിൽ പലതും ഉണ്ടാവും. ഇപ്പൊ മെനഞ്ഞാന്ന് രാത്രി ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് ആ പ്ലാനൊക്കെ മാറി. ഇത് മെനഞ്ഞാന്ന് ഒരു മരണം, അന്ന് രാത്രി 1:30 മണിക്ക് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഉമ്മ മരിച്ചപ്പോ പിറ്റേ ദിവസം യാത്ര, അതേപോലെ തന്നെ കൂട്ടിക്കൊണ്ടുവരേണ്ട ആള്, ഇതൊക്കെ പ്ലാന് മാറി. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പ്ലാനുകൾ, നമ്മൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങുകൾ, നമ്മൾ മക്കളെ പറ്റിയുള്ള സ്വപ്നങ്ങള്, ഇതൊക്കെ വിചാരിച്ച പോലെ നടന്നോളുന്നില്ല. ഒക്കെ ഡൈവേർട്ട് ചെയ്യപ്പെടും, ഏതെങ്കിലും വഴിക്ക് പോകും. അനിവാര്യമായും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരേ ഒരു ഉറപ്പുള്ള സംഗതി മരണമാണ്, യഖീൻ. ആ യഖീനായ മരണം അത് വരുമ്പോ കണങ്കാലുകൾ കൂട്ടിയടിക്കപ്പെടുമ്പോ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ മരണം ഉറപ്പായും കടന്നു വരുമ്പോ സന്തോഷത്തോടെ, ഞാൻ അവിടെ പറഞ്ഞ റാദിയത്ത് മർദിയത്ത് എന്ന പദം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും പണിയെടുത്താൽ ഒരാൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുമെങ്കിൽ അത് ദഖലൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് കാരണമാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ നടത്തപ്പെടുന്ന ഒരു സംഗതിയാണ് എന്താ പറയാ, ഈ നാരിയത്തു സ്വലാത്തും അതേപ്രകാരം തന്നെ മജ്ലിസുന്നൂർ. ഈ മജ്ലിസുന്നൂറിൽ എന്താ ചെയ്യുന്നതെന്ന് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴാണ് അതിൽ ചൊല്ലുന്ന ഒരു ബൈത്ത് പണ്ടേ നമ്മളുടെ പരിശ്രമം കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാക്കിയ ഒരു സംഗതി, അത് തിരിച്ചുകൊണ്ടുവരാൻ ചെയ്ത ഒരു പണിയാണ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് ഇങ്ങനെ വെള്ളം കാട്ടി തരുമ്പോ ആ വെള്ളം കുടിക്കാതെ മരിക്കുവാൻ ബദരീങ്ങളുടെ തുണ തരണേ അല്ലാ. അത് പാടുന്ന ബൈത്തായി മജ്ലിസുന്നൂർ. ഞാൻ വിചാരിച്ചു എന്തോ നല്ല ദിക്റൊക്കെയാണ്. അതിനുശേഷം ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട്, വെറുതെ ഇതുപോലുള്ളതൊക്കെ പാടി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തണ്ട. കാരണം ഉള്ള പെണ്ണുങ്ങളൊക്കെ വിളിച്ച് മഹലിൽ വിളിച്ചു കൂട്ടി അവരൊന്ന് പിരിവെടുത്തിട്ടുള്ള പരിപാടിയാണിത്. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ മലക്കുകൾ അവരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ രംഗം എവിടെയാണെന്നറിയോ? മരണസമയത്താണ്. അത് ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. മരണസമയത്ത് മലക്ക് അവന്റെ അടുക്കലേക്ക് വന്നാൽ ആദ്യം ചോദിക്കുക എന്താണെന്നറിയോ? അത് ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. അവന്റെ അടുക്കലേക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ മലക്ക് അവനോട് ചോദിക്കും, ഐനമാ കുന്തും തദഊന മിൻ ദൂനില്ലാഹ്. ഖുർആൻ എത്ര കൃത്യമായിട്ടാ പറഞ്ഞിരുന്നത്. മരിക്കുന്ന സമയത്ത് ആദ്യം മലക്ക് ചോദിക്കും, എവിടെടോ ഇനി വിളിച്ച ആൾക്കാരൊക്കെ, ഐനമാ കുന്തും തദഊന മിൻ ദൂനില്ലാഹ്. അല്ലാത്ത ആരെ വിളിച്ചാലും ഈ മരിക്കുന്ന സമയത്ത് അവർ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹ് പഠിപ്പിച്ചു തരാണ്. ഈ ഖുർആൻ ആയത്തെങ്കിലും ഇവരൊന്ന് കേട്ടിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട്. ആരുണ്ടവരെ മരിക്കുന്ന സമയത്ത് പോലും ഇതുപോലെയുള്ള ബദരീങ്ങളെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കുമെന്ന് വിചാരിക്കും. ഇപ്പൊ അടുത്തൊരു പ്രസംഗം കേട്ടത്, മരിക്കുമ്പോ നമ്മളെ കൈപിടിക്കാൻ മടവൂർ ശൈഖ് വന്നോളും, പേടിക്കണ്ടെന്നൊക്കെയാണ്. ഇതൊക്കെ അങ്ങനെ പഠിപ്പിക്കുകയാണ് ജനങ്ങളെ. പ്രിയപ്പെട്ടവരെ, ആഖിബത്ത് മോശമായിപ്പോ. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ പ്രബോധനം ചെയ്യുമെന്ന് നമ്മൾ പറയാറുണ്ട്. പരലോക യാത്രയുടെ തുടക്കമാകുന്ന മരണം, ആ മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടാകണം, അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്തുണ്ടാകണം. അതിൽ പക്ഷെ ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ അവസാനം ബിസ്മിക മൂത്തു വഹിയ എന്ന് പറഞ്ഞാണല്ലോ ഉറങ്ങാണ്. അപ്പൊ എപ്പോഴും ഈ ചിന്തകൾ ഉണ്ടാക്കി തീർക്കുന്ന ദിക്റുകള്, പ്രാർത്ഥനകള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായാൽ അള്ളാഹു ആ രൂപത്തിൽ തന്നെ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതേ അവസരത്തിൽ ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹു അല്ലാത്ത ആരെയും ആശ്രയിച്ചാൽ ഒരാളും വിജയിക്കാൻ പോകുന്നില്ല. ആദ്യത്തെ ചോദ്യം അവരെവിടെ നിന്നാണ്? ആരും ഉണ്ടാവില്ല. മാത്രല്ല, വാനലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ആത്മാവിനെ ഓരോ ലോകത്തും വലിച്ചെറിയുന്നതാണ്, എല്ലാം ശപിക്കുന്നതാണ്. നഫ്സുൻ ഖബീസയാണെങ്കിൽ അതായിരിക്കും അവസ്ഥ. നഫ്സുൻ തയ്യിബയാണെങ്കിൽ എല്ലായിടത്തും സ്വാഗതം ചെയ്യും, എല്ലാവരും അവനെ പുകഴ്ത്തും. ഏറ്റവും നല്ല രൂപത്തിൽ ഒരു യാത്രയൊക്കെ അവന് കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഞാനിവിടെ സൂചിപ്പിച്ചു. അതോടൊപ്പം പരലോകം എന്ന് പറയുന്നത് ഒരു മിഥ്യാലോകമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുമെന്ന ചിന്തയാണ് മരണചിന്തയിൽ ഒന്നാമത്തത്. രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, മരണാനന്തര ലോകത്തേക്കുള്ള യാത്ര രണ്ട് രൂപത്തിലുണ്ടാവും. ഏറ്റവും നല്ല രൂപത്തിൽ മലക്ക് സ്വാഗതം ചെയ്ത് തിരിച്ചു പോകുന്നതും, പോകാൻ തയ്യാറാകാതെ വലിച്ച് അടിച്ച് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ തിരിച്ചു കൊണ്ടുപോകുന്നതും. ഇത് രണ്ടാലൊന്ന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഉറപ്പാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എങ്കിൽ നല്ല രൂപത്തിലായി തീരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, എപ്പോഴാണെന്നറിയില്ല എന്ന ചിന്തയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും റെഡിയാകണം. ചില ആളുകൾ മരിക്കുമ്പോൾ അങ്ങനെ അപ്രതീക്ഷിത മരണം എന്നൊക്കെ പറയുന്നത്, അതിനെപ്പറ്റി ചിലരിങ്ങനെ വിമർശിക്കാറുണ്ട്. ഏത് വയസ്സുമാകാം. അകാല മരണം,
എന്നുള്ള പ്രയോഗമൊക്കെ, കാലം ഇത്രയാണ് മരണത്തിന് എന്നതൊക്കെ നമ്മൾ തീരുമാനിച്ചതാണല്ലോ. അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ മറ്റൊന്നായിരിക്കും. അപ്പോ നമ്മുടെ മരണം എപ്പോഴായിരുന്നാലും അള്ളാഹു നിന്നെ കണ്ടുമുട്ടാനുള്ള ആ യാത്ര സന്തോഷദായകമായുള്ള തിരിച്ചുപോക്കായി തീരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എവിടെ വെച്ച് മരിച്ചാലും സന്തോഷത്തോടെയുള്ളൊരു തിരിച്ചുപോക്ക്. എങ്ങനെ മരിച്ചാലും, ഏത് വയസ്സിൽ മരിച്ചാലും, ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ അങ്ങേയറ്റത്തെത്തുന്നതിനെ പറ്റി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് വേറെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഏത് ദീർഘായുസ് പലരും ഇങ്ങനെ ചോദിക്കും, പക്ഷേ ആഫിയത്തില്ലാത്ത ദീർഘായുസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. സൂറത്ത് യാസീനിൽ പറഞ്ഞ പോലെ എന്നാണ്. അങ്ങനൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ തലതിരിയും. ഒരാൾക്ക് ആയുസ് കൂട്ടിക്കൊടുത്താലേ അവൻ തലതിരിയും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. തലതിരി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജനിക്കുമ്പോ ബെഡിൽ തന്നെ മൂത്രമൊഴിച്ചതുപോലെ, ആ കിടക്കുന്ന കുട്ടി അവിടെ തന്നെ കാഷ്ടിച്ചതുപോലെ, വലിയ അധികാരവും പദവിയും പ്രസിഡന്റും സെക്രട്ടറിയും പള്ളി കമ്മിറ്റിക്കാരനൊക്കെ ആയിരുന്ന നമ്മള് കുറച്ചു കാലത്തുമ്പോഴേക്ക് ബെഡിൽ തന്നെ കാഷ്ടിച്ച് അതേ ബെഡിൽ തന്നെ മൂത്രമൊഴിച്ച് നമ്മുടെ കുടുംബക്കാര് പരിചരിച്ച് മടുത്ത് ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുവേ, പ്രായാധിക്യത്തിന്റെ അവശതകളിലേക്ക് എത്തുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. നമ്മൾ ചോദിക്കണം. മരിക്കുമ്പോൾ നല്ല നിലക്ക് തന്നെ മരിക്കുക, ആരോഗ്യത്തോടെ തന്നെ മരിക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ പ്രാർത്ഥിക്കുക, വല്ലാതെ പ്രയാസപ്പെട്ട് മരിക്കാതിരിക്കുക. ഇതൊക്കെ മരണവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഇതിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മരണം നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലാസ്സിന് വരുന്നത് നമ്മുമായി ബന്ധപ്പെട്ടത് ഒരുപാട് കാലമായി നടന്നു വരുന്ന ഒരു ക്ലാസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അതേപ്രകാരം തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അല്ലാഹുവേ, അങ്ങനെ ഒരുപാട് ആളുകൾ നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. ഞങ്ങളും നിന്നിലേക്ക് വരേണ്ടവരാണ്. ഞങ്ങളെല്ലാവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹ്. ഞങ്ങളുടെ മരണം ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ലോക മുസ്ലിമീങ്ങളെ നീ സഹായിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങൾ എല്ലാം അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ളതൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനേ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരെന്താണോ ഹലാലായ മുറാദുകൾ അവരുടെ മനസ്സുകളിൽ വെച്ചത്, രോഗം ശിഫ നൽകണമേ അല്ലാഹ്. അവരുടെ കടബാധ്യതകൾ വിട്ടിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കുടുംബ ബന്ധങ്ങളിലുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമേ അല്ലാഹ്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.